ഹായ് ഹലോ. അപ്പോൾ ഇതൊരു ഡേ ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോണത് വേറെ എവിടേക്കല്ല കേട്ടോ, സഫാരി മാളിലെ പ്ലേ ഏരിയയ്ക്കാണേ. അപ്പോൾ കുറേ ദിവസമായി അവൻ അവിടേക്ക് പോകണമെന്ന് കുഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ ഒഴിവ് പറഞ്ഞിട്ട് പിന്നേക്കാന്ന് പറയാം കേട്ടോ. സഫാരി മാളിക്ക് നമ്മൾ വീക്കിലൊക്കെ പോകലുണ്ട്, പക്ഷേ പ്ലേ ഏരിയയ്ക്ക് അങ്ങനെ പോകലില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് ദേ പുട്ടുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ എനിക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് ഇവിടെ വന്ന് അപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മുന്നേ നമ്മൾ 2-3 തവണയൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ ആകെ ഇവിടേക്ക്. അപ്പോൾ അതിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവന് ഈ ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ കൂടെയാണ് കേട്ടോ അവൻ ഫുൾ ടൈം ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത്രയും റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ വീക്കിലൊന്നും അഫോർഡബിൾ അല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എന്നവൻ പറഞ്ഞാലും സമ്മറിൽ കൊണ്ടുപോകാൻ അങ്ങനെയായിട്ട് പറയാറ്. കാരണം സമ്മറിൽ നമുക്ക് പുറത്ത് എന്തായാലും പാർക്കിലൊന്നും പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അവൻ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നും പറയും, എന്നും സഫാരി മാളിൽ പോകുമ്പോൾ പ്ലേ ഏരിയ കൊണ്ടുപോകും. അങ്ങനെ ചോദിച്ച് നമ്മൾ ഒരു തവണ ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ നല്ല രീതിയിൽ അങ്ങനെ നമ്മൾ ചെയ്താണ് കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവർക്കിപ്പോൾ ഇതൊക്കെയാണല്ലോ ഒരു ഹാപ്പിനെസ് എന്ന് പറയണത്. അങ്ങനെ ഞാൻ പിന്നെ താഴെയൊക്കെ പോയി വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഇത്. ഇതിനാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് 15 ദിർഹംസ്. അപ്പോൾ ഇതാണെങ്കിൽ പൈസ വെറുതെ പോയി എന്നുള്ളതാണ് സത്യം. കാരണം ഇത് നമുക്കങ്ങനെ എന്താ പറയുക, അത് ഒട്ടും ശരിയാവണില്ല കേട്ടോ. എന്തോ വേറത്തെ സിസ്റ്റമാണ്. അപ്പോൾ വെറുതെ അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ താഴെ വന്ന് നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാൻ വിചാരിച്ച് ചെന്നപ്പോൾ അവന് എന്തൊക്കെയോ ഫ്രൂട്ട് വേണ്ടതെന്ന് അവൻ തന്നെ അറിയില്ല കേട്ടോ. പിന്നെ അവനെടുത്ത് പുറത്ത് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതേ നമ്മൾ വീണ്ടും തേപ്പുട്ടിൽ തന്നെ വന്നിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെത്തി ലഞ്ച് കഴിക്കണമെങ്കിലും അവൻ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിക്കൽ കഴിഞ്ഞാൽ വീണ്ടും പ്ലേ ഏരിയയ്ക്ക് തന്നെ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എന്തോ ഒരു ഗെയിം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഗെയിമിൻ്റെ എന്തോ ഒരു പസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ഫില്ല് ചെയ്തുകൊണ്ട് കളർ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് 7 സുന്ദര രാത്രികൾ എന്ന് പറയുന്ന ആ ഒരു പുട്ടാണ് കേട്ടോ. പിന്നെ ഏട്ടൻ സദ്യയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നല്ല ഓരോ ലെയർ ആയിട്ടാണ്. എന്തൊക്കെയോ ചിക്കനും ബീഫൊക്കെ ഉണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും അവൻ പറഞ്ഞ് വാക്ക് വലിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഏരിയ തന്നെ കൊണ്ടുപോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അതും കുറേ അവൻ്റെ ഇഷ്ടം എന്തൊക്കെയോ ചെയ്തു കേട്ടോ. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ റേറ്റ് കേട്ടോ. 5-10 എന്ന് പറഞ്ഞിട്ട് റേറ്റ് ഇല്ലാത്ത കളിയില്ല അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാനുള്ള വഴി നോക്കിയോട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇവരെ കൺവിൻസ് ചെയ്യുന്നത് ആലോചിച്ച് കഴിഞ്ഞാൽ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എത്ര കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോരാണ്. അപ്പോൾ ഇനി നമ്മൾ പോണത് വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബായ്.